ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു യാത്രയായിരുന്നു. യാത്രയുടെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ലാലേട്ടൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യാത്രയുടെ ഭാഗമായി എനിക്ക് പനിയും ജലദോഷമൊക്കെ വന്ന് അങ്ങനെ കുറച്ച് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്ന് മുടങ്ങിയെന്ന് തന്നെ പറയാം. 4 എപ്പിസോഡാണ് നമുക്കിനി സംസാരിക്കാനുള്ളത്. 78, 79, 80, 81. അതിൽ 78ഉം 79ഉം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. 80, 81 നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നെവിനെ എനിക്കിഷ്ടമാണ് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നെവിൻ ചെയ്തിട്ടുള്ള പല ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നെവിന് നേരെ ഉണ്ടാകുന്ന അനീതികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായ നെവിൻ ഈ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത് കണ്ട് മനസ്സ് നൊന്നിട്ടാണോ, അതോ അത് കണ്ടിട്ട് നമുക്കിഷ്ടമുള്ള ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ ഇത്ര മോശമായിട്ട് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ ഈ അനാലിസിസ് വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഭ്യുദയകാംക്ഷികളുടെ മെസ്സേജുകൾ ഇൻബോക്സിലേക്കും അതുപോലെ കമൻറ്റ് ബോക്സിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന പരസ്പര ബഹുമാനം ഇല്ലാതെ വന്നിട്ടുള്ള കമൻറ്റുകളും മെസ്സേജുകളും ഒക്കെ നമുക്ക് വളരെ ഈസിയാണ് ഡിലീറ്റ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ആ ഒരു രീതിയിലാണ് അനാലിസിസ് വീഡിയോ ചെയ്തു പോകുന്നത്. നെവിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളുണ്ടായാൽ നമ്മളത് നെവിൻ്റെ വീഴ്ചയായിട്ട് തന്നെ പറയും. നെവിനെതിരെ അനീതി ഉണ്ടായാൽ അല്ലെങ്കിൽ നെവിനെ പോലെ മറ്റേതൊരു പ്ലെയറിന് നേരെ അനീതി ഉണ്ടായാലും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്യും. അത് നമ്മൾ ഈ ഗെയിമിനെ ഗെയിമായി കാണുന്നതുകൊണ്ടും അവിടെയുള്ളവരെ കണ്ടസ്റ്റൻസ് ആയി കാണുന്നതുകൊണ്ടുമാണ്. അല്ലാതെ അവിടെയുള്ള ആരും എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളല്ല. ഇനി ആണെങ്കിൽ പോലും എനിക്കതൊരു വിഷയമല്ല. പിന്നെ നെവിനോടുള്ള ഇഷ്ടം ആസ് എ കണ്ടസ്റ്റൻറ്റ് ഈ കഴിഞ്ഞു പോകുന്ന 4 ദിവസത്തെ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷവും വളരെയധികം ഊട്ടിയുറപ്പിച്ച് പറയാൻ പറ്റും. ആസ് എ ഗെയിമർ, ആസ് എ കണ്ടസ്റ്റൻറ്റ് നെവിനെ ഇപ്പോഴും നമുക്കിഷ്ടമാണ്. അപ്പോൾ ചോദിക്കും ഷാനവാസിനെതിരെ അയ്യോ ഞാൻ പറയുകയാണെങ്കിലേ 4 പേര് കൂടി വലിയൊരു വാരിക്കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു 3 പേരെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. കുഴിയുടെ വലിപ്പം വല്ലാണ്ട് അങ്ങ് കൂടിപ്പോയി. അത് മാത്രമല്ല ഈ കുഴി എടുക്കാൻ പോയ ആൾക്കാരിൽ ചിലരൊന്നും അവനവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒട്ടും കൺസേൺഡ് ആയിരുന്നില്ല. അവസാനം 3 പേർക്ക് വേണ്ടി ഉണ്ടാക്കിയ കുഴിയിൽ ദൗർഭാഗ്യകരമായി ഒരാൾ ചെന്ന് പെട്ടു. കൂട്ടത്തിൽ ഒരാൾ കുഴി വീണ് കിടക്കുമ്പോഴും ആ അവസരത്തിനെ മുതലെടുക്കാൻ നോക്കിയ ആ കുഴി ഉണ്ടാക്കാൻ നോക്കിയിട്ടുള്ള ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കേണ്ടത്. അത് നമ്മളിതിപ്പോൾ 2 പാർട്ടായിട്ടല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പാർട്ടിലോ അടുത്ത പാർട്ടിലോ അത് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു ഒഴുക്കിൽ ഒരു ഫ്ലോയിൽ അങ്ങനെ പോവാം. നമ്മൾ ഈ 4 ദിവസം എടുത്ത് നോക്കുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത്തവണത്തെ ക്യാപ്റ്റൻസിയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഒരു പക്ഷേ ഷാനവാസ് ആശുപത്രിയിലേക്ക് എത്തുന്നത് വരെയുള്ള സകലമാന കാര്യങ്ങൾക്കും കാരണമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഷാനവാസിൻ്റെ ഹെൽത്ത് ഷാനവാസ് നോക്കിയില്ല എന്നുള്ളതും ബിഗ് ബോസ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് സംസാരിക്കാനുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഈ ആഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം കാരണമാവുന്നത് ഈ പറയുന്ന ക്യാപ്റ്റൻസിയാണ്. 3 പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നെവിൻ, ആര്യൻ, അക്ബർ. ബിഗ് ബോസ് എന്ത് ചെയ്തു? ഇവരെ 3 പേരെയും ഒരുപോലെ ക്യാപ്റ്റൻസ് ആക്കി. എന്നിട്ട് അവർക്ക് നോമിനേഷൻ മുക്തി എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുക്കാതിരുന്നു. ഇവർ 3 പേരും നോമിനേഷനിൽ വരാൻ സാധ്യതയുള്ളവരായി, എന്നാൽ ക്യാപ്റ്റൻസായി ഈ ആഴ്ച അധികാരമേൽക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ 2 ഗ്രൂപ്പുകളാണുള്ളത്. ആര്യൻ, അക്ബർ, നെവിൻ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സൗഹൃദം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിർത്തുമ്പോഴും ഗെയിമിനെ ഗെയിമായി കാണുകയും ഒരാൾ മറ്റേ ആൾക്കെതിരെ മത്സരിക്കുന്നതിൽ യാതൊരു കുറവും വരുത്താതെ ഇതിനെ ഗെയിമായി കണ്ട് മത്സരിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ഗ്രൂപ്പ്, അതിൽ 4 പേരുണ്ട്. ഷാനവാസ്, ആദില, നൂറ, അനുമോൾ. ഈ 4 പേരുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ഇവർ 4 പേരും കൂടി പ്ലാൻ ചെയ്താണ് ഓരോ കാര്യങ്ങളും. അതിപ്പോൾ നോമിനേഷൻ ആയാലും ഒരാൾ അറ്റാക്ക് ചെയ്യുന്നതാണെങ്കിലും ഈവൻ ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ പോലും അവരത് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, അപ്പോൾ അക്ബർ സംസാരിക്കുന്നതോ, ആദിലയും നൂറയും ഒരുമിച്ച് നോമിനേഷനിൽ കൊണ്ടുവരണമെന്നൊക്കെ ആര്യനോടും നെവിനോടും ഒക്കെ അയാൾ സംസാരിക്കുന്നില്ലേ എന്ന്. അയാൾ അത് സംസാരിക്കുന്നത് നോമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. എല്ലാവരും അവരവർ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് അക്ബർ അത് സംസാരിക്കുന്നത്. പക്ഷേ അനുമോൾ, ആദില, നൂറ, ഷാനവാസ് കോമ്പിനേഷൻ്റെ നോമിനേഷൻ ഡിസ്കഷൻ നടക്കുന്നത് നോമിനേഷനും എത്രയോ മുമ്പാണ്. അവരിപ്പോൾ ഈ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ട ആളുകളെക്കുറിച്ച് പോലും വളരെ വ്യക്തമായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. അത് ഓരോ പരിപാടി നടക്കുന്നതിനിടയിലും 2 പേര് മാറി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴോ ഒക്കെ അപ്പോൾ ജയിൽ നോമിനേഷൻ ഒരു കാരണമായല്ലോ, ഇങ്ങനെ വേണം ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ, ടാസ്ക് നോക്കിയിട്ടല്ല ആളുകളെ നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരുപാട് ഡിസ്കഷൻസ് ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. മാത്രമല്ല തങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഈ ആൾക്കാരിൽ ഒരാൾ കയറി പോകാൻ വേണ്ടി ബാക്കിയുള്ളവരെ തളർത്താൻ വേണ്ടിയിട്ടുള്ള മറ്റുള്ള ആളുകളുടെ ശ്രമവും അങ്ങനെ സ്വന്തം കഴിവുകൊണ്ടല്ലാതെ ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് അവിടെയുള്ളത്. അതിൽ പെടാത്ത 2 പേരെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഒന്ന് അനീഷാണ്, മറ്റൊന്ന് സാബുമാനാണ്. സാബുമാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട്, എനിക്ക് ജലദോഷം ഉണ്ട് അതുകൊണ്ട് സൗണ്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകും. സാബുമാൻ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രശ്നം
ഉണ്ടാകുന്ന സമയത്ത് രണ്ട് വശവും ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് വരുമ്പോൾ അനുമോള് കംപ്ലീറ്റ്ലി നമ്മൾ അനുമോളെ മാത്രം ഫോക്കസ് ചെയ്താൽ സാബുമാൻ്റെ പുറകെ നടക്കുകയാണ്. അതെന്താ അവർ അങ്ങനെ ചെയ്ത്, അതെന്താ അവർ ഇങ്ങനെ ചെയ്ത്, അപ്പോൾ ഇതിങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് സാബുമാനെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്ന ഒരു ട്രാക്ക് അനുമോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും സാബുമാൻ്റെ ഒരു ചായ്വ് കിടക്കുന്നത് ഈ 4 പേരടങ്ങുന്ന ഗ്രൂപ്പിലേക്കാണ്. അനീഷ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾ കളിക്കാൻ ശ്രമിക്കുന്നതും ആ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയിലേക്ക് അനുമോളെ വിടാതിരിക്കാൻ വേണ്ടി അനീഷ് അനുമോൾക്കൊപ്പം ചേരാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അനുമോളും ഈ പറയുന്ന ആദില നൂറയൊക്കെ ആണെങ്കിലും അനീഷിന് കൊടുക്കുന്നു എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പരിഗണനയും ശ്രദ്ധയും ഉണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ 4 പേരടങ്ങുന്ന ഈ ഗ്രൂപ്പിലേക്ക് സാബുമാനും അനീഷിനും ഒരു ചായ്വുണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക എന്നുള്ളത് അനീഷിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു ലക്ഷ്യമല്ലെങ്കിൽ പോലും അനീഷിൻ്റെ അതേ സ്ട്രാറ്റജി എടുക്കാൻ ശ്രമിക്കുകയാണ് അനുമോൾ എവിടെയൊക്കെ ഒറ്റപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ അനീഷുണ്ട്. അനുമോൾ ബെഡിൽ വെള്ളമായതിനെ തുടർന്ന് സോഫയുടെ പുറകിൽ പോയി കഷ്ടപ്പെട്ട് കിടന്നുറങ്ങുക. അവിടെ അത്രയും സോഫ കിടപ്പുണ്ട്, കിടന്നുറങ്ങാൻ വേറെ ബെഡുകളുണ്ട്, ബെഡ് മാറ്റി ഇട്ട് തരട്ടെ എന്ന് നൂറ ഒരു ബെഡ് എടുത്തുകൊണ്ട് വരികയും ഷാനവാസ് ബെഡ് മാറ്റാനും ഒരുങ്ങുമ്പോൾ അനുമോൾ പറയുന്നത് മാറ്റരുത്, ഇതെൻ്റെ കണ്ടൻറ്റാണ്, എൻ്റെ ചോറാണ്, നിങ്ങളിതിൽ മണ്ണ് വരെ ഇടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെഡ് മാറ്റാൻ സമ്മതിക്കാതെ എന്നിട്ട് സോഫയുടെ പുറകിൽ പോയി കിടന്നുറങ്ങുന്ന അനുമോളെയാണ് നമ്മൾ കാണുന്നത്. ഇത് അനീഷ് കണ്ടിട്ടില്ല, രാത്രിയല്ലേ, പുള്ളി നേരത്തെ കിടന്നുറങ്ങും. പക്ഷേ രാവിലെ എണീറ്റ് അനീഷ് ഇത് കണ്ടെത്തിയ മാത്രയിൽ ആദ്യം ചെയ്തത് അനുമോളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കയറി കിടക്കാൻ ആവശ്യപ്പെട്ടു, നടന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, പുതപ്പും തലയിണയും കൊടുത്ത് അനുമോൾക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പോലും അനുമോൾ ഒറ്റപ്പെടരുത് എന്ന് പറയുന്ന അയാളുടെ സ്ട്രാറ്റജിക്ക് കുറുകെ ഒരു എതിർ സ്ട്രാറ്റജിയായി ഇത് മാറരുത് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നമുക്ക് കാണാൻ പറ്റും. അത് പാലിക്കുന്നതിൻ്റെ ഭാഗമായി ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹം കൂടി ഈ ഗ്രൂപ്പിലേക്ക് ചേരും. സോ അവിടെയുള്ള 2 ഗ്രൂപ്പിൽ നിഷ്പക്ഷരെന്ന് നമ്മൾ കരുതുന്ന ആളുകൾക്ക് പോലും നേരത്തെ നമ്മൾ പറഞ്ഞ 4 പേരടങ്ങുന്ന ഗ്രൂപ്പിലേക്ക് ഒരു ചായ്വുണ്ട്. ഇനി ഈ 4 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഇവർ 3 പേരും ആര്യനും നെവിനും അക്ബറും ഒരുമിച്ച് ക്യാപ്റ്റന്മാരാകുന്നു എന്നറിഞ്ഞ മൊമെൻറ്റ് മുതൽ ഒരുപക്ഷെ അതിനും മുൻപേ തന്നെ ആര് ക്യാപ്റ്റൻ ആയാലും അവർ പറയുന്നത് നമ്മൾ അനുവദിക്കില്ല, നമ്മൾ അംഗീകരിക്കില്ല, ജോലികൾ ചെയ്യില്ല, അവരുടെ ക്യാപ്റ്റൻസി ഏറ്റവും വേസ്റ്റ് ആക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരിൽ തന്നെയുള്ള ആളുകൾ ക്യാപ്റ്റനാകാൻ യോഗ്യതയുള്ള ആൾക്കാരെ വോട്ട് ചെയ്യുകയും അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു ടാസ്ക് വഴി വിജയിച്ചെത്തുന്ന ആൾ ക്യാപ്റ്റനായി മാറുന്നു. അതായത് ആര് ക്യാപ്റ്റൻ ആവണമെന്നുള്ളത് അവർ തീരുമാനിച്ചതാണ്. ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ആ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരുടെയും അവരുടെ കാര്യങ്ങളും ഡ്യൂട്ടികളും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ നടക്കേണ്ട എല്ലാ ഡ്യൂട്ടിയും കൃത്യമായി നടന്നു പോകത്തക്ക രീതിയിൽ ആ ബിഗ് ബോസ് ഹൗസ് എല്ലാവർക്കും നന്നായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പേസായി നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് ബിഗ് ബോസ് ഹൗസിലെ മറ്റ് കണ്ടസ്റ്റൻസിനെ സേവിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം അവിടുത്തെ ക്യാപ്റ്റനുണ്ട്. ആ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത് ഈ ആളുകളുമാണ്. അങ്ങനെ വരുമ്പോൾ ക്യാപ്റ്റനാവുന്ന ആളെ എങ്ങനെയും പരാജയപ്പെടുത്തിയേ പറ്റൂ. ഈ ക്യാപ്റ്റന്മാർ കൊള്ളില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാക്സിമം എഫേർട്ട് അങ്ങോട്ടിട്ടിട്ട് അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന പ്ലേയേഴ്സിനെയാണ് ഈ ബിഗ് ബോസ് സീസണിലുടനീളം നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ വീക്കിലേക്ക് വരുമ്പോൾ ഈ 3 പേരും എന്ത് പറഞ്ഞാലും നമ്മൾ ഓപ്പോസിറ്റ് പറയും എന്ന് പറഞ്ഞ് അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നമ്മൾ ഈ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലെ എന്ത് പ്രശ്നം ഉണ്ടായാലും മുഖ്യമന്ത്രി രാജിവെക്കണം. ഇത് മുഖ്യമന്ത്രിക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ? ഇനി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കൂടെയുള്ളവരും ഒരുമിച്ച് നിന്നാൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ബിഗ് ബോസ് ഹൗസിലെ കാര്യം എടുത്ത് നോക്കിയാൽ ക്യാപ്റ്റന്മാർ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അവനവൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക, ക്യാപ്റ്റൻസിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ ചോദ്യം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യില്ല, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നീ ചെയ്യിപ്പിക്കുക എന്ന് പറയുകയും അവർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ 4 പേരടങ്ങുന്ന സംഘം ഈ 3 പേരടങ്ങുന്ന ക്യാപ്റ്റൻസി ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിവിടെ കാണുന്നത് മുഴുവൻ ഇവരുടെ ഒബ്ജക്ഷൻസ് അറിയിക്കുന്നതല്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇവർ ഈ ക്യാപ്റ്റന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവരെന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതെപ്പോഴും വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേ ചെന്ന് അവസാനിക്കുള്ളൂ. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഇവരെ 3 പേരെയും കൂടി പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത്? 3 പേരുടെയും നോമിനേഷൻ മുക്തി എന്ന് പറയുന്ന ഒരു അവരിൽ ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ ഒഴിവാക്കിയത് എന്തിനായിരിക്കും? അങ്ങനെ നോക്കുമ്പോൾ ബിഗ് ബോസ് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ അനീതി കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ദുഷ്ടത്തരം കാണിച്ചതെന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. ആര്യനും അക്ബറും നെവിനും ഇവരിൽ 3 പേരിൽ ഒരാൾ മത്സരിച്ച് ക്യാപ്റ്റൻ ആവുകയും നോമിനേഷൻ മുക്തി ലഭിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവരെ 3 പേരെയും ക്യാപ്റ്റന്മാരാക്കുകയും നോമിനേഷൻ മുക്തി ഇവരിൽ ആർക്ക് വേണമെങ്കിലും നേടാൻ പറ്റുന്ന ഓപ്ഷൻ എടുത്തു കളയുകയും ചെയ്തു. ഇതിലൊരു കുഴപ്പമില്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആദില, നൂറ, അനുമോൾ ഇവർ 3 പേരും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരികയും ഇതേ കാര്യം ബിഗ് ബോസ് പറയുകയും ചെയ്തിരുന്നു എന്ന് വിചാരിക്കൂ. 3 പേരും ഒരുപോലെ ക്യാപ്റ്റന്മാരാവുന്നു, 3 പേർക്ക് നോമിനേഷൻ മുക്തി ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ PR ഏജൻസികൾ മുഴുവൻ ബിഗ് ബോസ് വളരെ മോശം കാര്യമാണ് കാണിച്ചത്, ബിഗ് ബോസ് ഫേവറിറ്റിസം കാണിച്ചു, അക്ബറിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു, ആര്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തു, നെവിനോട് ഫേവറിറ്റിസം കാണിക്കുന്നു എന്ന് പറയുന്ന
ഒരുപാട് പോസ്റ്റുകളുമായി ഇറങ്ങി വന്നേനെ. പിന്നെ ബിഗ് ബോസിൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണല്ലോ ഇവർ 3 പേരും എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്നതാണ് ഈ PR ഏജൻസികളുടെ ഇത്തരം ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ. ഗെയിമിൽ നടന്നിട്ടുള്ള സംഭവങ്ങളോ അതിൻ്റെ പിൻകഥകളെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ട് മാത്രം എടുത്തു വെച്ച് ആളുകളെ മോശമായി ചിത്രീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന PR ഏജൻസികൾ പറയുന്നതൊക്കെ ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ബിഗ് ബോസ് ഇവരോട് 3 പേരോടും കാണിച്ചത് അത് അവരുടെ കണ്ടന്റിന് വേണ്ടിയായിരുന്നു, എന്നാൽ പോലും അനീതിയായിരുന്നു. ഇനി ഷാനവാസിലേക്ക് വരുമ്പോൾ നമുക്കറിയായിരുന്നു ഷാനവാസിൻ്റെ ഗെയിം എന്താണെന്നുള്ളത്. പുള്ളി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള ധാരണയും നമുക്കുണ്ടായിരുന്നു. വളരെ അഗ്രസീവായി കളിക്കുക, അക്ബറിനെ അടക്കമുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, ഈ രീതിയിലൊക്കെയാണ്. പക്ഷേ ഈ ഒരു ആഴ്ചയിലെ എപ്പിസോഡ്, ഈ ആഴ്ച മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിലെയും എപ്പിസോഡുകൾ എടുത്തു നോക്കുന്ന സമയത്ത് ആക്ടിവിറ്റികളിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഷാനവാസ് വളരെ 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 വീക്കായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ പാവക്കുട്ടിയുടെ ടാസ്ക് വന്നപ്പോൾ ഷാനവാസ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഈ ഒരു വീക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിലെല്ലാം ഏറ്റവും ആദ്യം ഫിസിക്കലി ഇൻവോൾവ് ആവേണ്ട ടാസ്കുകളിൽ ഏറ്റവും ആദ്യം പിൻവലിയുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഷാനവാസിനെയാണ്. കാരണം അയാൾ വീക്കായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മുമ്പത്തെ ഒരു എപ്പിസോഡ് എടുത്തു വെച്ച് എല്ലാവരും വെറുതെ സംസാരിച്ചിരിക്കുമ്പോൾ ഷാനവാസിൻ്റെ എനിക്കത് വളരെ വിസിബിളായി തോന്നിയതും ഒറ്റ കാഴ്ചയിൽ വല്ലാത്ത സങ്കടം തോന്നിപ്പോയതും ഇവർ വിജയിച്ചതിന് ശേഷമുള്ളൊരു പ്രസ് മീറ്റിൽ പങ്കെടുക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ സമയത്ത് ഷാനവാസ് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അയാൾക്ക് ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നിപ്പോകുന്ന ഒരു രീതിയിൽ അയാളുടെ മുഖത്ത് വളരെയധികം ക്ഷീണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ ബിഗ് ബോസിന് സംഭവിച്ചൊരു മിസ്റ്റേക്ക്, ഓൾറെഡി ഹാർട്ട് ഇഷ്യൂസ് ഉള്ള, BP ഇഷ്യൂസ് ഉള്ള, മൂത്രത്തിൽ കല്ലടക്കമുള്ള അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രശ്നങ്ങളുള്ള ഒരാളെ, അതും ഇത്രയും അഗ്രസീവായി കളിക്കുന്ന ഒരാളെ, ഇത്രയും പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അയാൾ അഗ്രസീവായി കളിക്കുന്നു, അത് അയാളുടെ ആരോഗ്യത്തെക്കുറിച്ച് അയാൾ കൺസേൺഡ് അല്ല എന്നുള്ളതാണ്. പക്ഷേ ബിഗ് ബോസ് അവിടെ കൺസേൺഡ് ആവണമായിരുന്നു. കാരണം 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇയാൾ കളിച്ച എന്തെങ്കിലും ഈ വളരെ അഗ്രസീവായി കളിക്കുന്നതിൻ്റെ ഭാഗമായി അയാൾക്കുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ ബിഗ് ബോസ് മുൻകൂട്ടി ചിന്തിക്കണമായിരുന്നു. 2, ബാക്കിയുള്ള പ്ലേയേഴ്സിന് സ്വതന്ത്രമായി കളിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിച്ച് ചെല്ലുമ്പോഴേക്കും വേണ്ട, ഈ പുള്ളിക്ക് ആരോഗ്യമൊന്നും ഇല്ലാത്തതാണ്, അപ്പം വിട്ടുകൊടുത്തേക്കാം. അങ്ങനെ ഒരാൾക്ക് അയാളുടെ ഗെയിം എടുക്കാൻ പറ്റില്ല. ഇത് മൈൻഡ് ഗെയിമാണ്. ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്ന, മെൻ്റലി ഫിസിക്കലിയൊക്കെ ഒരാളെ മാക്സിമം ഡ്രെയിൻഡ് ആക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നൊരു ഗെയിമാണ്. അങ്ങനെ ഒരു ഗെയിമിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള, എന്നാൽ സ്വന്തം ഹെൽത്തിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സിന് നേരെയവേ കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഷാനവാസ് നെഞ്ചുവേദന വരുന്നു, വീഴുന്നു, അവിടെയുള്ള മുഴുവൻ ചീത്തപ്പേരും പോകുന്നത് നെവിനിലേക്കാണ്. ബിഗ് ബോസ് നെവിനെ വിളിച്ച് വാൺ ചെയ്യുന്നതും കണ്ടു. ഷാനവാസാണ് ഇവർക്കെതിരെ, ഇവരെ മാക്സിമം തളർത്തണം, ഇവരെ ടാർഗറ്റ് ചെയ്ത് തന്നെ കളിക്കണം എന്ന് ബാക്കിയുള്ളവർക്ക് ആദ്യം മുതൽ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നെവിൻ ചെയ്ത ആക്ട്, അയാൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബാക്കി ചെയ്ത കാര്യങ്ങളിലും ശരിതെറ്റുകളെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. എന്നാൽ പോലും അയാൾക്ക് സ്വതന്ത്രമായി കളിക്കാൻ പറ്റില്ല. കാരണം ഷാനവാസ് ഇസ് വീക്ക്. അത് അയാൾ പോലും അഡ്രസ്സ് ചെയ്യുന്നില്ല, ബിഗ് ബോസും അഡ്രസ്സ് ചെയ്യുന്നില്ല. സ്വാഭാവികമായി മറ്റുള്ള പ്ലേയേഴ്സിനോട് കളിക്കുന്നത് പോലെ, മറ്റുള്ള പ്ലേയേഴ്സുമായി ചേർന്ന് കളിക്കുന്നത് പോലെ ഷാനവാസുമായി ഒരു ഗെയിം അവിടെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്കും നെവിൻ പ്രതിയായി പോവാണ്. ഒരുപക്ഷെ നെവിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇത്രയും BP ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറിയിട്ടുള്ളത് അനുമോളായിരുന്നെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരുന്നേക്കാം. അപ്പോൾ ആർക്കാണ് ഇവിടെ പ്രോപ്പറായിട്ട് ഗെയിം കളിക്കാൻ പറ്റുക ഇങ്ങനൊരു കണ്ടസ്റ്റൻ്റ് ഇവിടെ ഉണ്ടാകുമ്പോൾ? ഇതൊരിക്കലും ഷാനവാസിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ാണ് ഈ ലോകത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത്. അതിന് ഇമ്പോർട്ടൻസ് ബിഗ് ബോസ് കൊടുക്കണം. അവിടെയുള്ള കണ്ടസ്റ്റൻസും അവനവൻ്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. പിന്നെ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് വാർണിംഗ് പരിപാടികൾ, അതിപ്പോൾ നെവിനും കൊടുത്തിട്ടുണ്ട് ഒരു ലാസ്റ്റ് വാർണിംഗ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലാസ്റ്റ് വാർണിങ്ങുകൾ കൊടുത്ത് ഇപ്പോൾ ഒരാൾ ആശുപത്രിയിൽ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്? ബിഗ് ബോസിൻ്റെ തുടക്കം മുതലുള്ള അനാസ്ഥ തന്നെയാണ് ഇതിനുള്ള കാരണം. എത്ര പേർക്ക് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണ്. ഷാനവാസിന് എത്ര ലാസ്റ്റ് വാർണിങ്ങുകൾ കൊടുത്തു, അക്ബറിന് എത്ര ലാസ്റ്റ് വാർണിങ്ങുകൾ കൊടുത്തു, ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ, ഇപ്പോൾ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ എത്ര പേർക്ക് ലാസ്റ്റ് വാർണിങ്ങുകൾ കൊടുത്തു. അവിടെ ഡബിൾ മീനിങ് സംസാരങ്ങൾ. ഡബിൾ മീനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരിനെതിരെയുള്ള ഒരുപാട് അറ്റാക്കുകൾ കാണാൻ പറ്റും. അവിടെയുള്ള ഡബിൾ മീനിങ് കോമഡികളുടെ ബഹുഭൂരിപക്ഷവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആദില, നൂറ, അനുമോൾ കോമ്പിനേഷനാണ്. അതിൽ തന്നെ ഒരു പടി മുകളിൽ ആദില, നൂറമാർ തന്നെയായിരിക്കും. അത്രയും ഡബിൾ മീനിങ്ങുകൾ അങ്ങോട്ട് പറഞ്ഞിട്ട് തിരിച്ചൊരു കൗണ്ടർ കേൾക്കുമ്പോൾ നീ ഡബിൾ മീനിങ് പറഞ്ഞു എന്ന് പറയുന്ന ഇരവാദം മുഴക്കുന്ന, വുമൺ കാർഡ് ഇറക്കുന്ന രീതിയിൽ അവരിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന് എപ്പോഴോ ഇതൊക്കെ വിലക്കാമായിരുന്നു. ലാലേട്ടൻ്റെ ആദ്യത്തെ പ്രമോ വന്ന സമയത്ത് അദ്ദേഹം വലിച്ചു കീറും എന്ന് പറഞ്ഞിരുന്ന ഏതൊക്കെ കാർഡുകളുണ്ടോ അതിൻ്റെ ഏറ്റവും മോശം അവതരണം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോഴൊക്കെ ഇതാണ് ലാസ്റ്റ് വാർണിംഗ്, ഇതാണ് ലാസ്റ്റ് വാർണിംഗ് എന്ന് അനൗൺസ് ചെയ്യുന്നതിന് പകരം ആരെങ്കിലും ഒരാളെ ഒന്ന് മാതൃകാപരമായി ശിക്ഷിച്ചിരുന്നെങ്കിൽ, പിടിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കൊരു പേടി വരുമായിരുന്നു. ഇപ്പോൾ നെവിന് ഈ ലാസ്റ്റ് വാർണിംഗ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഷാനവാസ് എടുത്തിട്ടുള്ളൊരു സ്റ്റാൻഡ് അത് തീർത്തും അഭിനന്ദനാർഹമാണ്. നമ്മൾ ആ കാര്യത്തിൽ ഷാനവാസിനോടൊപ്പമാണ്. എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രങ്ങൾ മാത്രമേ വെസൽ ടീം കഴുകുള്ളൂ. അല്ലാതെ അവനവൻ പേഴ്സണൽ ആവശ്യത്തിന് എടുക്കുന്നതോ 2-3 ആളുകൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള പാത്രങ്ങൾ വെസൽ ടീം കഴുകില്ല എന്ന് പറഞ്ഞത്
അത് കൃത്യമാണ്. കാരണം ആ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ ടീം അംഗങ്ങളുടെയും ഒരുമിച്ചുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടിയാണ് അവിടെ ഓരോ ടീമുകളെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൽ 1-2 ആളുകൾ മാത്രം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായി ഒരു എൻറ്റയർ ടീം എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അതിൻ്റെ യാതൊരു ആവശ്യമില്ല. എല്ലാവർക്കും വേണ്ടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ പാത്രങ്ങൾ കഴുകാൻ വെസൽ ടീം തയ്യാറാണെന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു. മറ്റൊരു ടീം അത് ബാക്കിയുള്ള എല്ലാവരും കൂടി ചേരുന്നതാണ്. 3 ക്യാപ്റ്റന്മാർ കിച്ചണിലേക്കും വെസലിലേക്ക് ഷാനവാസും അനുമോളും ബാക്കിയുള്ള എല്ലാവരും ചേർന്നാണ് ഈ ഫ്ലോർ ആൻഡ് ബാത്റൂം ക്ലീൻ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഏറ്റവും മോശമായി ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ആദിലയും നൂറയുമാണ്. ആദിലയുടെ പ്രശ്നം, ആദിലയുടെ ശബ്ദം കേൾക്കുമ്പോൾ ചെവി പൊത്താൻ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഡബിൾ മീനിങ്ങുകൾ പറയുക, വളരെ മോശമായ ആളുകളെ ചിത്രീകരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അക്ബറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ ചവർ അക്ബർ, അല്ലെങ്കിൽ ഈ തലയുടെ മുകളിലൊരു ചവർ കിരീടം വെച്ച് കൊടുക്കണം, അതിനേക്കാൾ കൂടുതൽ ചവർ ഉള്ളിലുള്ള ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ചവർ വാക്ക് അക്ബർ തിരിച്ചു പറഞ്ഞാൽ ആദിലയും നൂറയും ഇതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? അവരെന്തൊക്കെ ബഹളം ഉണ്ടാക്കും. ഒരു പ്രാവശ്യം വഴക്കിട്ട സമയത്ത് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു, നീയൊക്കെ ഏത് തരക്കാരാണെന്ന് അറിയാമെന്ന്. അവർ ആ തരം എന്ന് പറയുന്ന ഒരു വാക്ക് പിടിച്ചു. ഷാനവാസ് എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കും മനസ്സിലായിട്ടുള്ളതാണ്, നമ്മൾ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് അങ്ങനെ തന്നെ പ്രതികരിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ അതിനെതിരെ ശബ്ദമുയർത്തിയ അതേ ആദില തന്നെയാണ് ഇവിടെ ബഹളം ഉണ്ടാകുന്ന സമയത്ത് അക്ബറിനോട് ചോദിക്കുന്നത് തരത്തിൽ പോയി കളയടാന്ന്. അത് ഏത് തരത്തിൽ പോയി കളിക്കാൻ വേണ്ടിയിട്ടാണ്? അതേ വാക്ക് തന്നെയല്ലേ, അതേ ഉദ്ദേശം തന്നെയല്ലേ, അതേ തരം താഴ്ത്തി കാണിക്കൽ തന്നെയല്ലേ ആദിലയും ഇവിടെ ചെയ്യുന്നത്? വളരെ മോശം ഡബിൾ മീനിങ്ങുകളൊക്കെ ഇപ്പോൾ ആര്യനോട് അടക്കം പറഞ്ഞിട്ട് ശരിക്കും ആദില സംസാരിച്ചു തുടങ്ങുമ്പോൾ ചെയ്യുവത്താൻ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നൂറ ഒരു ജോലിയും ചെയ്യില്ല, ഞാൻ ചെയ്യില്ല, എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ നൂറ ബാക്കിയുള്ളവരെയൊക്കെ ഉപദേശിക്കും, കൃത്യസമയത്ത് ജോലിയൊക്കെ ചെയ്യണം, നീ ജോലി ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ജോലിയില്ല, ആഹാരം കഴിക്കണം, ബാക്കിയെല്ലാം തോന്നിയ പോലെ എന്ന് പറയുന്നത് പോലെയുള്ള നിലപാടുകളെ ക്യാപ്റ്റന്മാർ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ എത്രയോ വട്ടം ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ വന്ന് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും ഇവരിങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വളരെ മോശം ഗെയിം ഇവർക്കെതിരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആദിലയും നൂറയും കാണിക്കുന്ന ഇമോഷൻസും സെൻറ്റിമെൻസും പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഷാനവാസിനെ ലാലേട്ടൻ വഴക്ക് പറയുന്നു. അപ്പോൾ ആദിലയ്ക്ക് നൂറയ്ക്കൊക്കെ മനസ്സിലായി ഷാനവാസിനെതിരെയുള്ളൊരു ഇമോഷനാണുള്ളത്, അക്ബറിനോട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണുള്ളത്. ആദില നേരെ അക്ബറിൻ്റെ അടുത്ത് പോയിരുന്നു, സെൻറ്റിമെൻറ്റ്സ് അടിച്ചു, കരയുന്നു, ഭയങ്കര സ്നേഹം, ഇക്കാക്ക സംഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ആ വേവ് എപ്പോൾ തിരിഞ്ഞു, അല്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദിലയും നൂറയും അക്ബറിനെതിരെ തന്നെയാണ് തിരിയുന്നത്. കാരണം അവരെ രണ്ടുപേരെയും സംബന്ധിച്ച് അവർക്ക് വോട്ട് കിട്ടിയേ പറ്റൂ. ആർക്കൊപ്പവും അവർ നിൽക്കും. അനുമോൾക്കൊപ്പം നിൽക്കുന്നതാണെങ്കിലും ഷാനവാസിനോടൊപ്പം നിൽക്കുന്നതാണെങ്കിലും ഇതിലൊക്കെയും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള ഏറ്റവും മോശം പ്ലേയേഴ്സ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളും ഷാനവാസും എന്ന് പറയുന്നതിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു മോചനം ലഭിക്കുന്നത് ആദില നൂറ ആണ്. അവർ രണ്ടുപേരും ഏറ്റവും മോശം ഗെയിം കളിക്കുന്നത് അത് അനുമോളെയും ഷാനവാസിനെയും തോൽപ്പിക്കുന്ന തരത്തിലാണ്. അവരുടെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും തരം താഴ്ന്ന ഗെയിം ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ 2 വ്യക്തികളാണ്. മാത്രമല്ല നമ്മൾ ഫാമിലി വീക്ക് നോക്കൂ, അവിടെ വന്നു പോയ എല്ലാ ഫാമിലിയും ആദിലയോടും നൂറയോടും സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അവരെ മാറ്റി നിർത്തുക അല്ല, ഒരാൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ അപ്പോൾ പോലും അവർ പറയുന്നത് ചില വീട്ടുകാരൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾ, അതായത് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവനവന് ഒരു കെയർ കിട്ടുക, അല്ലെങ്കിൽ അവനവൻ കഷ്ടപ്പെടുകയാണ് ഇച്ചിരി സഹായിക്കണേ എന്ന് പറയുന്നൊരു ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടി, ഇരവാദം മുഴക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ ഏത് തരത്തിലും ചിത്രീകരിക്കാൻ യാതൊരു മടിയുമില്ലാതെ പെരുമാറുന്ന ആദില നൂറമാരെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ദിവസങ്ങളിലെയും കാര്യങ്ങൾ എണ്ണി പറയാനാണെങ്കിൽ 78ാമത്തെ ദിവസം, അന്ന് പ്രധാനമായി നടക്കുന്നത് ഈ പറയുന്ന നോമിനേഷൻ പരിപാടികളൊക്കെയാണ്. പക്ഷെ അതിന് മുമ്പ് കണ്ടിട്ടുള്ള വളരെ മോശം ഒരു ആക്ട് ഉണ്ടായിരുന്നു. അതായത് അനുമോളുടെയും ആര്യൻ്റെയും കൈകൾ രണ്ടും ഒരു കയറിൽ കെട്ടിയിടുക. ഫാൻ സോണിൽ നിന്ന് വന്നിട്ടുള്ള അവർ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇവരുടെ രണ്ടുപേരുടെയും കൈ കെട്ടിയിടുക എന്ന് പറയുന്നത്, അവർ ഒന്നിച്ച് നടക്കുക എന്നുള്ളതായിരുന്നു. ആ സമയത്ത് അനുമോൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അനുമോൾ ഡിയോഡ്രൻ്റ് അടിക്കുകയാണ്. ഡിയോഡ്രൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഡ്രസ്സിന് പുറത്തല്ല, ഡ്രസ്സിനകത്തേക്ക് കൈ ഇട്ടിട്ട് ഡിയോഡ്രൻ്റ് അടിക്കുകയാണ്. ആര്യൻ കൈ കെട്ടിയ അവസ്ഥയിൽ കൂടെയുണ്ട്. ആര്യൻ നേരെ ഓപ്പോസിറ്റാണ് തിരിഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടേക്ക് നോക്കുക എന്ന് പറയുന്ന ഉദ്ദേശമൊന്നും അയാൾക്കില്ല. ഇവർ ഈ പിന്നീടുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്ന ആര്യനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുക എന്ന് പറയുന്ന ഒരു ആംഗിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആര്യനാണ് അത്രയും മോശം ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഇരുത്തിയിട്ടും ഏറ്റവും നല്ല രീതിയിൽ അവിടെ റിയാക്ട് ചെയ്യുന്നത്. അനുമോൾ ആര്യനെ അടുത്തിരുത്തിക്കൊണ്ട് ഡ്രസ്സിനകത്ത് ഡിയോഡ്രൻ്റ് അടിക്കുന്ന ഇതേ സീൻ ജിസയിലും ആര്യനും ഇരുന്ന് ചെയ്യുകയായിരുന്നെങ്കിൽ അനുമോൾ എന്തായിരിക്കും അവിടെ പറയുന്നുണ്ടാവുക? അനുമോളുടെ PR ടീം പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജിസയിലിനെ എത്രത്തോളം സ്ലട്ട് ഷെയിം ചെയ്തിട്ടുണ്ടായേനെ. അത്രയും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അനുമോൾ ചെയ്യുമ്പോൾ അതിനെ ക്യൂട്ട്നെസ്സായി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ പുറത്തുണ്ട്. പക്ഷേ അത് PR ടീമിൻ്റെയാണ്. നമുക്കിത് കാണുമ്പോൾ വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഈ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. തൊട്ടടുത്തൊരു മനുഷ്യനെ കൊണ്ടുവന്ന് ഇരുത്തി അയാളെ അൺകംഫർട്ടബിൾ ആക്കിയിട്ടല്ല ഈ ആക്ട് ചെയ്യേണ്ടിയിരുന്നത്. ഈവൻ ഇനി ആര്യൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കും, ആര്യന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആര്യൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കും. ഈ കയറുകെട്ടൽ പോലെയുള്ള പരിപാടികൾ വരുമ്പോൾ അനുമോൾ ചെയ്താൽ ഓക്കെയാണ്. അനുമോളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അത് ചെയ്യാൻ പാടില്ല.
പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഭാഗമായിട്ട് കയറ് കെട്ടിയ സമയത്ത് കയറ് കെട്ടി അനുമോൾക്ക് ബാത്റൂമിൽ പോകണം, അനുമോൾക്ക് മൂത്രമൊഴിക്കാൻ പോകണം, അനുമോൾക്ക് ഡ്രസ്സ് മാറണം, അനുമോൾക്ക് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വരികയാണ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സെനാരിയോ ഒന്ന് തിരിച്ചു വെച്ചിട്ട് അനുമോൾക്ക് പകരം ആര്യനാണ് ഈ സമയത്ത് എനിക്ക് യൂറിൻ പാസ് ചെയ്തേ പറ്റുള്ളൂ, നീയും കൂടി വരണം എന്ന് പറയുന്ന രീതിയിൽ നിർബന്ധിച്ചിരുന്നതെങ്കിലോ അനുമോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. അവിടെ അവർ ഏറ്റവും ആദ്യം മുന്നോട്ട് വെക്കാൻ പോകുന്നത് വുമൺ കാർഡ് തന്നെയായിരിക്കും. ഞാൻ ഒരു പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടീനെ ഇങ്ങനെയാണോ, ഒരു പെൺകുട്ടി അങ്ങനെയാണോ, ഒരു പെൺകുട്ടി എടുത്തിട്ട് അതിന് ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിച്ച് വളരെ ജെനുവിനായി ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ ആഗ്രഹിച്ചാൽ പോലും ആര്യൻ ജീവിതത്തിൽ ഒരിക്കലും ടോയ്ലറ്റിൽ പോകാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അതിനെ വൾഗറായി ചിത്രീകരിച്ച് വെച്ചേനെ. ഇനി ആര്യൻ ഒന്ന് ഡ്രസ്സ് മാറാൻ പോയിരുന്നെങ്കിൽ നീ പെണ്ണുങ്ങളെയൊക്കെ തുണിവൊക്കി കാണിക്കുന്ന ഒരു ദുശീലം നിനക്കുണ്ടെന്ന് പറയുകയോ, അല്ലെങ്കിൽ നീ മറ്റവളെ പോയി തുണിവൊക്കി കാണിച്ചാൽ മതിയെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആര്യൻ്റെ ശരീരഭാഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കയർ ടാസ്ക് വന്ന സമയത്ത് ഇവൻ കുളിക്കുന്നത് കാണുന്നത് ഒരു കൊച്ചിൻ്റെ 28 കാണുന്നത് ഒരുപോലെയാണ് എന്ന് പറഞ്ഞ ആളാണ് അനുമോൾ. പക്ഷേ അനുമോളെ പറയാൻ പാടില്ല, അനുമോൾ കാണിക്കുന്നതൊക്കെ അംഗീകരിച്ചോണം എന്ന് പറയുന്ന ആ ആക്ടിൻ്റെ വളരെ മോശമായിട്ടുള്ള മറ്റൊരു പരിപാടിയാണ് നമ്മൾ ഈ ഡിയോഡ്രൻ്റ് തേക്കലിൽ കാണുന്നത്. എന്തായാലും ഇവർ 3 പേരും ക്യാപ്റ്റൻസ് ആയതിനു ശേഷം വീണ്ടും അനുമോൾ ആ വുമൺ കാർഡ് എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ വേണം എന്നവർ പറയുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ ആൺ പെൺ വേർതിരിവുണ്ട്, ആണുങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കണം, പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന പരിപാടി, പ്രത്യേകിച്ച് ഈ ടോയ്ലറ്റിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മളൊരു പുരോഗമന സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കുക, എല്ലാവരും അതിൻ്റെ ഹൈജീൻ ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം പെൺകുട്ടികൾക്കുള്ളത് പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്കുള്ളത് ആൺകുട്ടികൾക്ക്, ആ സമയത്ത് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആര്യനും നെവിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇവിടെ ആണുങ്ങളാണ് എണ്ണത്തിൽ കൂടുതലുള്ളത്, പെൺകുട്ടികൾ എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ ഒരു ടോയ്ലറ്റ് നമ്മൾ അതിനുവേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചു. എല്ലാവരും അവനവൻ്റെ ബ്ലാങ്കറ്റ് മടക്കി വെക്കണം എന്ന് പറയുന്ന ലാലേട്ടൻ ഏതോ കാലത്ത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം വീണ്ടും അനുമോൾ എടുത്തിടുകയാണ്. അപ്പോൾ അങ്ങനെ അത് അനുമോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പുതിയൊരു ടീമിനെ തന്നെ ഉണ്ടാക്കുകയാണ്, അനുമോൾ തന്നെ എല്ലാവരുടെയും ബ്ലാങ്കറ്റ് മടക്കി വെച്ചോ എന്ന് അവർ പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് എന്നാണ് അനുമോൾ അതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ അക്ബർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, നമ്മളെല്ലാവരും രാവിലെ വീട്ടിലെണീറ്റ് പാട്ട് വെച്ച് ഡാൻസ് കളിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ബിഗ് ബോസ് ഹൗസാണ്, ഇവിടെ ഇങ്ങനെയാണ് ക്യാപ്റ്റന്മാർ പറയുന്നത് കേൾക്കണം എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ വീക്കിലെ നോമിനേഷൻ ഓൾമോസ്റ്റ് അതിൻ്റെ പ്രസക്തിയൊക്കെ കഴിഞ്ഞു, വോട്ടിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ആദിലയും നൂറയും ഒരുമിച്ച് ഈ നോമിനേഷൻ പ്രോസസ്സിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. അതിനാകെ മുൻകൈ എടുത്ത് നമ്മൾ കാണുന്ന ഒരേ ഒരാൾ അക്ബറാണ്. അതിൽ ഭയങ്കര രസമുള്ളൊരു സംഭവമുണ്ട്. ഈ നോമിനേഷൻ കഴിയുമ്പോൾ നൂറയും ആദിലയും കൂടിയുള്ള ഡിസ്കഷനാണ്. ഓൾ ഇത്രയും വൃത്തികേട് പറഞ്ഞിട്ട് അനുമോളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന്. ആദിലയും നൂറയും അയ്യോ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമ്മളോടൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന ഇരക്കാർഡ് ഇറക്കിയതിന് ശേഷം അനുമോളെ ബ്ലെയിം ചെയ്യുകയാണ്. അനുമോൾ ഇത്രയും മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോളെ മോശക്കാരിയാക്കി പറഞ്ഞതിന് ശേഷം അനുമോൾ ഇല്ല ആ സമയത്ത്, എന്നിട്ട് എന്തിനു നമ്മളെ നോമിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ചോദ്യം ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ആദിലയും നൂറയും ഒരുപോലെ നോമിനേഷനിൽ വരേണ്ടതാണ്. ആ 2 പേരും ഗെയിം കളിച്ച് ജയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം വളരെ മോശമായിട്ടുള്ള ട്രാക്കിലാണ്. ഒരാൾ പണപ്പെട്ടിയുമായി ഇറങ്ങുക, മറ്റേ ആൾ ഫിനാലെ വരെ എങ്ങനെയെങ്കിലും പോവുക. ഇതല്ലാതെ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഏത് ടീമിലും നിൽക്കുക, ഏത് കാര്യങ്ങളും പറയുക, ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ട്രാക്ക്. എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് ബിഗ് ബോസ് ഒരു കാര്യം വ്യക്തമാക്കി തന്നാൽ നന്നായിരുന്നു. എന്തിനാണ് ഇവരെ 2 പേരെയും 2 ടീമാക്കിയത്? അവർ ഒരുമിച്ച് നിന്നപ്പോൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യുകയാണ്. ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വരുന്ന സമയത്ത് ആദിലയുടെ ആ സമയത്തിന് ആര്യൻ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ടാസ്കിനിടയിൽ കയറി ശല്യം ഉണ്ടാക്കിയ ആളാണ് ആദില. അതേപോലെ ഈ നോമിനേഷൻ്റെ സമയത്ത് നൂറയ്ക്ക് പറ്റുന്നില്ല, എൻ്റെ അടുത്ത് ആൾക്കാർ വന്ന് എൻ്റെ മുഖത്ത് നോക്കിയിരുന്നാൽ എനിക്ക് നോമിനേഷൻ വരൂല. അപ്പോൾ ആദില പറയുന്നത് നീ എൻ്റെ മുഖത്ത് നോക്കിയിരുന്ന് പറഞ്ഞോ, നീ എന്തിനാ അവരുടെ മുഖത്ത് നോക്കുന്നത്? അവിടെ ആർക്കും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. ബേബി എൻ്റെ മുഖത്ത് നോക്കൂ ബേബി, അയ്യോ എനിക്ക് വയ്യ ബേബി, എൻ്റെ പൊന്നു ബേബികളെ, നിങ്ങൾക്ക് ഒരു നോമിനേഷൻ പോലും നേരെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകുന്നതാണ് നല്ലത് എന്ന് അത് കണ്ടപ്പോൾ പറയാൻ തോന്നി. ബിഗ് ബോസ് ഹൗസിൽ 19 ദിവസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും ഒരു നോമിനേഷൻ കൃത്യമായിട്ടുള്ള റീസൺ സ്ട്രോങ് ആയി പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പരാജയമാണ്. നൂറ എവിടെയൊക്കെ വീക്കാവുന്നു അവിടെയൊക്കെ ആദിലെ സപ്പോർട്ട് ചെയ്യുന്നു, ആദിൽ എവിടെയൊക്കെ വീക്കാവുന്നു അവിടെയൊക്കെ നൂറ സപ്പോർട്ട് ചെയ്യുന്നു. അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെ എന്തിനു കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമാണ് ബിഗ് ബോസിനോട്. മറ്റൊന്ന്, എന്തിന് ഇവരെ സെപ്പറേറ്റ് ആക്കി? ബാക്കിയുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് ഇരട്ടിപ്പിക്കാൻ വേണ്ടിയോ? അതുപോലെ ആദില അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഗ്രൂപ്പില്ലാതെ കളിക്കാൻ പറ്റില്ല. ആർക്ക്? അക്ബറിനോ? അതില ചവറുകളുള്ള മനസ്സാണ്, ഒരു ചവറിൻ്റെ കിരീടത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് ഈ ഡബിൾ മീനിങ് വർത്താനങ്ങളുടെ എണ്ണ കൂടുതലും അതിൻ്റെ തൂക്ക കൂടുതലും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആരാണെന്നുള്ളത്. പിന്നെ ഒരു ഗുണ്ടാ സങ്കേതം, ബിഗ് ബോസ് ഹൗസിന് പകരം ഇതൊരു ഗുണ്ടാ സങ്കേതമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും ഫിറ്റ് ആവുന്ന ആളെന്നുള്ളതായിരുന്നു. ഈ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ഇതിനു മുമ്പ് റെനയ്ക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായ സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആദില നൂറ കോമ്പിനേഷൻ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത്, എത്രത്തോളം മോശമായ ആളുകളെ മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും എന്നുള്ള കാര്യം
കാര്യവും അന്ന് നമ്മൾ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ബുള്ളിയിങ് സ്ട്രാറ്റജി തന്നെയാണ് അവരിവിടെ വീണ്ടും ഇപ്പോൾ കിച്ചണിൽ കയറി ഞാൻ കുക്ക് ചെയ്യും എന്ന് നൂറ പറയുന്ന സമയത്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ കുക്ക് ചെയ്യുന്ന അവിടുന്ന് പറയുന്നുണ്ട്, നീ പോയി കുക്ക് ചെയ്യും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ആദില കൂടെ നിൽക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ തുടരാം. കാര്യം ധൈര്യം വെച്ച് ആ നൂറയെ തൊട്ട് കഴിഞ്ഞാൽ ആദിൽ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുകയും നൂറ് ആ സമയത്ത് വുമൺ ഗാർഡ് ഇറക്കുകയും ചെയ്യും. ഇത് ഇസ് എ പാർട്ട് ഓഫ് ബുള്ളിങ്. ഇവരുടെ ഈ ബുള്ളിങ് പാറ്റേൺ എടുത്തു വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും ഒരു ജെൻഡർ കാർഡ് ഇറക്കി തന്നെ ആയിരിക്കും നമ്മളെ പ്രതിരോധിക്കുന്നുണ്ടാവുക. രണ്ട് പെൺകുട്ടികളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ അവർ ലെസ്ബിയൻസ് ആയതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ ചിലപ്പോൾ എന്നെ കുറ്റം പറഞ്ഞേക്കാം. പക്ഷേ സെക്ഷുവാലിറ്റിയുടെ പേരിൽ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ പേരിലൊക്കെ അവർ ആക്രമിക്കപ്പെട്ട സമയത്ത് അവരെ നെഞ്ചോട് ചേർത്ത് വെച്ച് അതിനെക്കുറിച്ച് സംസാരിച്ച് അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ടുള്ള പരമാവധി എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇവർ പുറത്തെടുക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഏറ്റവും മോശമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചേ പറ്റൂ. ഇപ്പോൾ ആദിലയും നൂറയും ചെയ്യുന്ന ഇതേ കാര്യം നിങ്ങൾ ഈ പറയുന്ന ഫീമെയിൽ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ നിന്നേ വിട്ടേക്കൂ. രണ്ട് ഹ്യൂമൻ ബീങ്സ് ഇവർ ഈ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ക്യാരക്ടേഴ്സ് അത് ഇവരുടെ ഒറിജിനൽ ക്യാരക്ടർ ആണെങ്കിൽ ഇവരുടെ ഒറിജിനൽ സ്വഭാവമാണെങ്കിൽ അവർ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്കൂളുകളിലെ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആളുകളാണ്. ആ ക്ലാസ് മുറികളിലൊക്കെ അവർക്കൊപ്പം പഠിച്ചിട്ടുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അല്പസ്വല്പം ആശങ്കകളുണ്ട്. അത്തരം ഒരു സ്കൂളിലേക്ക് ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടിയെ വിടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിയെ വിടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. അങ്ങനെ ബുള്ളി ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി മാനസികാരോഗ്യനില തകരുന്ന അവസ്ഥയിലേക്ക് എനിക്കൊരിക്കലും എൻ്റെ കുട്ടിയെ കൊണ്ടെത്തിക്കണ്ട. ഇപ്പോൾ നൂറയുടെയൊക്കെ ഒരുപാട് ഈ ക്യൂട്ട്നെസ് റീലുകൾ എടുക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. അത്തരം റീലുകളൊക്കെ വളരെ അധികം റീച്ച് നേടി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഭയങ്കര അക്രമകാരിയായ ഒരു ബുള്ളിയിങ് ലെവലിലേക്ക് മാറുന്ന നൂറയുടെ എക്സ്പ്രഷൻസ് എടുത്ത് വെച്ച് ആ ക്യൂട്ട്നെസ് റീലും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നമുക്ക് ഒരിക്കലും അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റില്ല. ഞാൻ വാദിക്കുന്നു, ഞാൻ ജയിക്കുന്നു, എനിക്കപ്പുറം ഇവിടെ ഒരാൾ സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ അതിഭീകരമാം വിധം റിയാക്ട് ചെയ്യുന്ന ഒരാളെയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. എന്തായാലും നോമിനേഷൻ പ്രോസസ്സ് കഴിയുമ്പോഴേക്കും ഷാനവാസും ആദിലയും ഒഴികെയുള്ള ബാക്കി എല്ലാവരും നോമിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഷാനവാസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ആദില നൂറമാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദില നൂറ കോമ്പിനേഷൻ്റെ വോട്ട് എന്തായാലും നൂറയ്ക്ക് തന്നെയായിരിക്കും പോവുക. പക്ഷേ ഷാനവാസിന് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്കിനെ നേടിയെടുക്കുക എന്ന് പറയുന്നത് ആദിലയ്ക്കും നൂറയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഷാനവാസ് കട്ട് മെയിൽ ഷോവനിസ്റ്റ് സാധനങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഈ ആഴ്ച ഒരിക്കലും അവർ പറയില്ല. ഷാനവാസ്ക്ക് എന്ത് പറയുന്നോ അത് അതുപോലെ ചെയ്യും. എന്തായാലും ആ നോമിനേഷൻ പ്രോസസ്സിന് ശേഷം നൂറയും ആദിലയും അനുമോളും കൂടി ചേർന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് വുമൺ കാർഡ് ഇറക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇവർ ഈ മറ്റ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് വുമൺ കാർഡ് അടിച്ച് ജയിക്കാൻ നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ബിഗ് ബോസിനെ പോലും വെറുതെ വിടാതെ ആദിലയുടെയൊക്കെ ഈ ബിഗ് ബോസിൻ്റെ അടുത്ത് കൊഞ്ചുന്ന പോലെയുള്ള കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൊഞ്ചല്ല, ക്രിഞ്ചാണ് എന്ന് അടിവരയിട്ട് പറയേണ്ട അത്രയും ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു വലിയ റിക്വസ്റ്റ്, ആ സമയത്ത് ബിഗ് ബോസിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു എന്നുള്ളത് അതൊരു വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരെ കാണിക്കാവോ. ആ സംഭവങ്ങൾ കഴിഞ്ഞു. പിന്നെ നെവിനും സാബുമാനും തമ്മിലൊരു വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കച്ചിത്തുരുമ്പ് എന്ന് പറയുന്ന ടാസ്ക്. അതിൽ എല്ലാവരും ഇങ്ങനെ ബാക്കിലൊരു കമ്പ് പിടിച്ച് നിൽക്കണം. പക്ഷേ അവരുടെ ഒരു നടുവേ ഒരു തടി പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നടു മാക്സിമം സ്ട്രെയിറ്റ് ആക്കി നിൽക്കണം. പക്ഷേ കാല് കുറച്ചും കൂടി ബാക്കോട്ട് നിൽക്കണം. അപ്പോൾ ഒരു വില്ല് നിൽക്കുന്ന പോലെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ടാസ്ക് തുടങ്ങിയ സമയത്ത് ഏറ്റവും ആദ്യം അതിൽ നിന്ന് പിന്മാറുന്നത് ഷാനവാസാണ്. അതും വളരെ കുറച്ച് 5 മിനിറ്റ് തികച്ച് നിൽക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. അത്രയും വീക്കായിരുന്നു അയാൾ എന്നുള്ളത് ആ ടാസ്ക് കഴിയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ ഈവൻ ഷാനവാസിനോട് ചോദിച്ചാൽ ഷാനവാസ് പോലും പറയും, അയ്യോ എനിക്കത് പിടിക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ എന്ന്. ഞാൻ ഫിസിക്കലി വീക്കായി ഫീൽ ചെയ്യുന്നൊന്നും ഷാനവാസ് ഒരിക്കലും തുറന്ന് പറയില്ല. അത് വളരെ വളരെ മോശം ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് എന്ത് വലിയ സ്വർണ്ണക്കിരീടം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവനവൻ്റെ ആരോഗ്യം വിട്ട് കളിക്കരുത് എന്ന് എല്ലാവരോടും പറയാനുണ്ട്. എന്തായാലും അതിനുശേഷം നെവിൻ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നുണ്ട്. അനുമോളും നൂറയും ആദിലയും ഒക്കെ ഈ സൈഡ് ചേർത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ മുന്നോട്ട് വളഞ്ഞ് നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ കുറേ കൂടി റിലാക്സ്ഡ് ആയിരിക്കും. കുറച്ചധികം സമയം അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ആ ഗെയിമിൽ ജയിക്കുന്നത് ആര്യനാണ്. ആര്യനും സാബുമാനും കൂടി വെളുപ്പാങ്കാലം വരെ മണിക്കൂർ കണക്കിന് ആ സ്റ്റിക്കും പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ആ ഒരു സ്റ്റാമിന, സ്ട്രെങ്ത്ത് അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അതിൽ അനുമോളും ആദിലയും നൂറയും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള ആ വളഞ്ഞ് പുറകോട്ട് നിൽക്കുക എന്ന് പറയുന്ന സംഭവം അത് ആക്ച്വലി ഒരു ലൂപ്പ് ഹോളാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലാത്തടത്തോളം അവർക്ക് ആ ലൂപ്പ് ഹോൾ ഉപയോഗിക്കാവുന്നതാണ്. അത് അവരുടെ ബ്രില്യൻസ് തന്നെയാണ്. അതിൽ നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. നമ്മൾ അനാലിസിസ് വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളും മറ്റും നോക്കുന്നുണ്ടായിരുന്നു. അതിലൊരു വലിയ ഡിസ്കഷൻ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആര്യനാണോ സാബുമാനാണോ ആ ടാസ്കിൽ വിജയിച്ചത് എന്നുള്ളത്. അത് ഈ 1 hour എപ്പിസോഡ് കണ്ടതിൻ്റെ ബലത്തിൽ പറയാനാണെങ്കിൽ നമുക്കും അതിൽ കൃത്യമായി ഇന്ന ആളാണ് വിന്നർ എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ
അവർ തമ്മിൽ ഒരു പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും അതിഗംഭീരമായിട്ട് പിടിച്ചു വന്ന കാര്യം അത്രയും മണിക്കൂർ കണക്കിന് അങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാതെ വെറുതെ നിൽക്കാൻ പറഞ്ഞാൽ പോലും നമുക്ക് ടഫാണ്. അപ്പോൾ അത് ഇങ്ങനൊരു ഫിസിക്കൽ ടാസ്ക് ഇത്രയും നേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നുള്ളത് രണ്ടുപേരും ഒരുപോലെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇനി 79ാം ദിവസത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയി സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം അവർക്ക് കൊടുക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റിയാണ്. ഇവർ ഓരോരുത്തരും ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷം പുറത്തൊരു പ്രസ് മീറ്റിൽ പങ്കെടുക്കുമ്പോൾ ചോദ്യങ്ങൾ കിട്ടുന്നു, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ആക്ടിവിറ്റിയാണ് ക്രിയേറ്റീവായി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും തരക്കേടില്ലാത്ത രീതിയിൽ ആ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ അനുമോൾ അനീഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അവിടെയുള്ള മറ്റേതെങ്കിലും പെൺകുട്ടിയോടൊരു ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് അനുമോൾ ഏത് മീഡിയ ഹൗസ് ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും മീഡിയ ഹൗസ് ആയിരിക്കില്ല, നീലയോ പച്ചയോ മഞ്ഞയോ ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മീഡിയ ആയിരിക്കും എന്നുള്ളതാണ് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്തത്. അനീഷ് അതിനെ രസകരമായി ഹാൻഡിൽ ചെയ്തു. ആദ്യം ജിസൈലിനോടൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം അനുമോൾ എന്നൊരു കണ്ടസ്റ്റൻറ്റ് എന്നുള്ള കൂടി അതുകൂടി ചേർത്ത് വെക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അനുമോൾ പണ്ട് പറഞ്ഞ ഒരു ഡയലോഗ് ഓർമ്മ വന്നു. അതായത് പെൺകുട്ടികളൊക്കെ ഒന്ന് ചിരിച്ച് കാണിച്ച് അപ്പോൾ അവിടെ വീണ് പോകുന്ന മൊണ്ണകളാണ് ഇവിടുത്തെ ആണുങ്ങൾ എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോൾ ചിരിച്ചോണ്ടൊരു ചോദ്യം ചോദിച്ചപ്പോൾ അനുമോളോടൊരു ക്രഷ് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അനുമോളോടൊരു ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് അനീഷ് പറയുമ്പോൾ അനീഷ് മൊണ്ണയായോ? പേടിക്കണ്ട ഗൈസ്, അനീഷ് മൊണ്ണയായിട്ടില്ല. കാരണം അനുമോളോട് താല്പര്യം കാണിക്കുന്ന ആൺകുട്ടികൾ, അല്ലെങ്കിൽ അനുമോൾ പറയുന്നത് വിശ്വസിക്കുകയും അതനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൺകുട്ടികൾ ഒരിക്കലും മൊണ്ണകളാവില്ല. മറ്റുള്ള പെൺകുട്ടികളോടുള്ള അട്രാക്ഷൻ തോന്നുകയോ മറ്റുള്ള പെൺകുട്ടികൾ പറയുന്നത് അനുസരിക്കുകയൊക്കെ ചെയ്താലേ മൊണ്ണയാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അനീഷ് ജസ്റ്റ് മിസ്സിന് മൊണ്ണയല്ലാതായി. അനുമോളുടെ പേര് പറഞ്ഞതുകൊണ്ട് എങ്ങാനും ആദിലയോ നൂറയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഔട്ടായി പോയ മറ്റൊരു കണ്ടസ്റ്റൻറ്റിൻ്റെയും കൂടി പേര് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അനീഷ് വലിയൊരു മൊണ്ണയായി പോയേനെ. എന്തായാലും പേര് പറയാനില്ലാത്തൊരു വികാരം അനുമോളോടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് അങ്ങോട്ട് അനുമോൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നതും അനീഷ് അതിന് വളമിട്ട് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അനീഷ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു പെൺകുട്ടിയുടെ പേര് പറയുകയും അവിടെ വളമിടാൻ പോകാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം അനീഷിൻ്റെ പേര് അനുമോളുടെ PR സേഫ് ആക്കി വെക്കും. അനീഷ് അത് എപ്പോൾ മാറ്റി പറയുന്നോ അപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുക. നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കുന്ന ബോണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ അനുമോളോട് ബോണ്ട് ഉണ്ടാക്കുന്നവരെല്ലാം ബോണ്ട് ഉണ്ടാക്കുകയും ബാക്കിയുള്ളവരൊക്കെ ബോണ്ടേ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അനുമോളുടെ ഒരു വാദം. എനിവേ, അടുത്തൊരു ചോദ്യം, വളരെ ശ്രദ്ധേയമായ ചോദ്യം, ആര്യൻ നൂറയോട് ചോദിക്കുന്നതാണ്. നിങ്ങൾ വളരെ അൺഡിസേർവിംഗ് ആയിട്ടുള്ളൊരു വിന്നർ ആയിരുന്നു എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ആര്യൻ ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നൂറ വൻ തള്ളൊക്കെയാണ്, ഞാൻ വളരെ ഡിസേർവിംഗ് ആയിരുന്നു എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ. പക്ഷേ ഒരു ഗെയിമർ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ നൂറ കൊടുത്ത ഉത്തരത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. നൂറ ഒരു ഡിസേർവിംഗ് വിന്നറാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ല. ഇതുവരെയുള്ള ഗെയിമിനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും നാൾ തുടരാൻ അൺഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് വരെയും പറയാം. അനുമോളോട് ആര്യൻ വളരെ വാലിഡ് ആയിട്ടുള്ള ഇതിൽ ചോദ്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആര്യൻ കുറേ ഗംഭീര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഷാനവാസ് ഒരു കിടിലൻ ചോദ്യം ചോദിക്കുകയും അത് ഗംഭീരമായിട്ട് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വരാം. അനുമോളോട് ആര്യൻ എടുത്തിടുന്ന ചോദ്യം, അക്ബർ ഈ ബസ്സിലൊക്കെ നിൽക്കുന്നത് പോലെ തന്നോട് പെരുമാറുന്നു എന്നുള്ള രീതിയിൽ ടാസ്കിനിടയിൽ അനുമോൾ പറഞ്ഞിരുന്നല്ലോ, അതൊരു വിവാദമായി മാറിയല്ലോ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നത്, അത് അന്നേരത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, ചിലപ്പോൾ അക്ബർ അങ്ങനെ കരുതിയിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ ടാസ്ക് അല്ലേ, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും എന്നുള്ളതാണ്. ദേഷ്യം വരുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ പല രീതിയിലായിരിക്കുമല്ലോ എന്നൊക്കെ അനുമോൾ പറയുമ്പോൾ, അപ്പോൾ ആ ഒരു ദിവസം അതിൻ്റെ അടുത്ത ദിവസങ്ങളിലും ഈവൻ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അടക്കം സോഷ്യൽ മീഡിയയിൽ നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളിങ്ങിന് എന്തർത്ഥമാണുള്ളത്? അക്ബർ മനസ്സിൽ കരുതിയിട്ടില്ല, അനുമോൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ദേഷ്യത്തിൻ്റെ പുറത്തങ്ങ് പറഞ്ഞു പോയതാ. ഒരു മനുഷ്യനെ കൂട്ടമായി ആക്രമിക്കാൻ ഒരുപക്ഷെ അയാൾ വീക്കെൻഡിൽ എവിക്റ്റ് ആവുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കാവുന്ന അത്രയും മോശമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉന്നയിച്ച ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അനുമോൾ വന്ന് പറയുകയാണ് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണെന്ന്. തൊട്ടടുത്തായിട്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തൊരു ഇൻ്റർവ്യൂവിൽ കരയില്ല എന്നൊക്കെ ശബ്ദം ചെയ്തിട്ട് വന്നതല്ലേ, എന്നിട്ട് ഇവിടെ കരഞ്ഞല്ലോ എന്ന്. അപ്പോഴും മനുഷ്യനല്ലേ പുള്ളിയെ, കരഞ്ഞു പോകും, ഇമോഷൻസ് വരുമ്പോൾ അങ്ങനെയാണ്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കരയാതിരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അനുമോൾ അത് പറയുന്നത്. തൊട്ടടുത്ത് അനുമോൾ എടുത്തിടുന്ന അവരുടെ ഒരു സ്ഥിരം സ്ട്രാറ്റജി ഉണ്ട്. അതായത് അനുമോൾ ഒരു തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അത് അവൻ ചെയ്തില്ലേ, അത് ഇവൾ ചെയ്യില്ലേ, ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഒരു രീതിയുണ്ട്. എല്ലാവരും ചെയ്യുന്നതാണ്, അപ്പം ഞാനും ചെയ്തു, കുഴപ്പമില്ല എന്നുള്ളത്. അതിനെ ഷാനവാസ് ബ്ലോക്ക് ചെയ്യുന്നത് അടിപൊളിയായിട്ടാണ്. കാരണം ഇവിടെ ഷാനവാസ് കരഞ്ഞിട്ടില്ലേ, ഇന്ന ആൾക്കാർ കരഞ്ഞിട്ടില്ലേ എന്നുള്ള, ആദില കരഞ്ഞില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് ഞങ്ങളാരും പുറത്ത് ഈ ശബ്ദം ചെയ്തിട്ടല്ല അകത്ത് വന്ന് കരഞ്ഞത് എന്നുള്ളതാണ്. അതൊരു ഗംഭീര മറുപടിയാണ്. അനുമോൾ മാത്രമാണ് കരയൂല എന്ന് പുറത്ത് തള്ളിയിട്ട് അകത്ത് വന്നിരുന്ന് കരഞ്ഞു തള്ളിയത്. ഇതിൽ ഈ ഷാനവാസിൻ്റെ ചോദ്യം ചോദിക്കലിലെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് അയാൾ അത് കൺക്ലൂഡ് ചെയ്ത രീതിയാണ്. കാരണം പുറത്ത് കരയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കരഞ്ഞു തള്ളിയല്ലോ, അപ്പോൾ നിങ്ങൾക്ക് നിലപാടില്ല എന്ന് പറയുന്ന കാര്യം അനുമോളോട് ചോദിക്കുന്നു. അനുമോൾ തന്നെ എനിക്ക് നിലപാടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ക്വസ്റ്റൻ അയാൾ അവസാനിപ്പിക്കുകയാണ്. അനുമോൾക്ക് നിലപാടില്ല എന്നുള്ള കാര്യം പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിൽ അനുമോൾ തട്ടിത്തടഞ്ഞു പോകുന്ന ആ ഒരു മേഖലയിൽ നിന്നൊക്കെ അവരെ പിടിച്ചുകൊണ്ട് വന്ന് തനിക്ക് ആവശ്യമുള്ളിടത്ത് അയാൾ കൊണ്ടുവന്ന് ഇരുത്തിയില്ലേ, ദാറ്റ് ഇസ് കോൾഡ് ബ്രില്യൻസ്. വല്ലപ്പോഴൊക്കെ
ഈ നീലക്കുറിഞ്ഞ് പൂക്കുന്ന പോലെ നമുക്ക് പറയാൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് പറയാണ് അതൊരു ഷാനവാസ്ക ബ്രില്യൻസ് ആയിരുന്നു. എന്തായാലും ആ ചോദ്യം അനുമോൾക്ക് വല്ലാണ്ടങ്ങ് കൊണ്ടു. എനിക്ക് നിലപാടില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യമൊക്കെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചില്ലേ, അതുകൊണ്ട് ഷാനവാസിൻ്റെ പുറകെ നടന്ന് ഞാൻ പുറത്ത് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ലക്ഷ്മിയെ ചോർത്തി തന്നതല്ലേ എന്നൊക്കെ ഷാനവാസ്കെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള കടുത്ത ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതങ്ങനെ പറഞ്ഞു പോയി, ഇത് ഞാൻ കണ്ടുപിടിക്കും, അതിനുശേഷം നിങ്ങൾക്കുള്ള പണി തരും, ലക്ഷ്മിക്കുള്ളത് ഞാൻ പുറത്തിറങ്ങിയിട്ട് കൊടുക്കും എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അതിനിടയിലാണ് ആദില വന്നിട്ട് വീണ്ടും ഡബിൾ മീനിങ്. ആദിലയും നൂറയും ഒക്കെ അവർക്കെതിരെ ഡബിൾ മീനിങ് പറയുന്നത് വലിയ പ്രശ്നമായി പറയുമ്പോൾ അവരിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ മീനിങ് ലക്ഷ്മിയുമായിട്ടുള്ള ചിരിയും കളിയും ഒക്കെ കാണണമായിരുന്നു എന്നുള്ള രീതിയിൽ വളരെ മോശമായി. ഒരു ആൺ പെൺ സൗഹൃദത്തിനെ അവർ ബാക്കിയുള്ളവരുടെ മുമ്പിലേക്ക് കൊത്തി കീറി തിന്നാൻ ഇട്ട് കൊടുക്കുന്ന രീതി അപലപനീയമാണ്. ഒരുപക്ഷെ അപലപനീയം പോലും അല്ല, വെറും ചവറാണ്. അതിൽ തന്നെ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ അതേ വേർഡാണ് ഇവിടെ പറയാനുള്ളത്. ചവർ ചിന്താഗതിയാണ്. അത് എത്രത്തോളം തരംതാണ ചവറാക്കാമോ അത്രത്തോളം തരം താഴ്ത്തി തന്നെ ആദില അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ആര്യൻ ആദിലയോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ള രീതിയിൽ വന്നിട്ട് എന്ത് ഇൻപുട്ടാണ് നൽകിയതെന്നുള്ളതാണ്. ആദില അതിന് കൊടുക്കുന്ന മറുപടി, ഞങ്ങളിവിടെ ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ വന്നതല്ല, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ജീവിതമാണ് അവരിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ഈ ഗെയിമിൻ്റെ ഭാഗമായി ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെയും അവരുടെ റിയൽ ലൈഫിൽ നിന്ന് ചീന്തിയെടുത്ത ഏടാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ മോശമാണ്. ഒരു കമ്മ്യൂണിറ്റിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും റിഗ്രസീവായി മനുഷ്യർക്ക് ചിന്തിക്കാനും പെരുമാറാനും പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ ആക്റ്റും. തൊട്ട് മുമ്പ് പറഞ്ഞ ലക്ഷ്മിയും ഷാനവാസിനെയും ചേർത്തുള്ള കഥ പറച്ചിലിൽ തന്നെ അതിൻ്റെ സ്ഫുരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും റിഗ്രസീവായിട്ടുള്ള രീതിയിൽ ബാക്കിയുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളെ എടുത്തിട്ട് അലക്കുന്ന രീതിയിൽ, ആളുകളെ ആക്രമിക്കുന്ന രീതിയിലൊക്കെ ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അതൊരു കമ്മ്യൂണിറ്റിയുടെ ഇമേജിനെ തന്നെ ബാധിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കാണുന്ന വളരെ മികച്ച ഒരു ഇതെന്ന് പറയുന്നത്, ചായ ഉണ്ടാക്കാൻ വേണ്ടി നെവിൻ നൂറയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ പാലൊക്കെ കൃത്യമായി അളന്ന് തന്നെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ബാക്കി എല്ലാവർക്കും വേണ്ടി വെച്ചിട്ടുള്ള പാല് കട്ട് കുടിക്കുന്ന അനുമോളെയും നൂറയും നമ്മൾ കാണുന്നുണ്ട്. അനുമോള് എല്ലാവർക്കും വേണ്ടിയുള്ള റേഷൻ കൈകാര്യം ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് ബഹളം വെച്ചിട്ടുള്ള നൂറയും ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുള്ള, കിച്ചൺ ടീം അംഗമായിരുന്നപ്പോൾ വാശി പിടിച്ചിട്ടുള്ള അനുമോളും കൂടി ചേർന്നാണ് എല്ലാവർക്കും കൂടി വെച്ചിട്ടുള്ള പാല് കട്ട് കുടിക്കുന്നത്. ആ ഒരു ഇതെന്ന് പറയുന്നത് വല്ലാത്തൊരു ഇതായിരുന്നു. അതിനോട് നമുക്ക് തോന്നിയൊരു ഇതും ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുന്നുണ്ട്. ഒരു പസിലൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ അനീഷിനോടും ആദിലയോടും മാത്രമാണ് ബിഗ് ബോസ് കോപ്പി അടിക്കരുത് എന്ന് പറയേണ്ടി വന്നത്. അപ്പോഴും ആദിലയുടെ ഒരു കൊഞ്ചലുണ്ടായിരുന്നു, അത് ക്രിഞ്ചലായിരുന്നു. അറിയാണ്ട് നോക്കിപ്പോയാണ്ട് ബിഗ് ബസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമാണ്. ഈ തെറ്റുകുറ്റങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്, അതിന് ജെൻഡർ കാർഡ് എന്ന് പറയാമോ എന്നറിയില്ല, പക്ഷെ അപ്പോൾ പോലും അവനവൻ്റെ ജെൻഡറിനെ ഉപയോഗിക്കുകയാണ്. തനിക്ക് കിട്ടാവുന്ന പരിഗണന കുറച്ച് ക്യൂട്ട്നെസ്സോടുകൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അത്ര നല്ല രീതിയായിട്ട് തോന്നുന്നില്ല. നമ്മുടെ PR ടീമിൻ്റെ ഒരു പ്രത്യേക കണ്ണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊടുക്കുന്ന ടാസ്ക് വലിയ കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്ന, പരമാവധി ആത്മാർത്ഥതയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്ന അക്ബർ അടക്കമുള്ള ആളുകളെ ബിഗ് ബോസിൻ്റെ കുഞ്ഞമ്മയുടെ മക്കളായി വിലയിരുത്തുകയും അതിന് ബിഗ് ബോസിനെയും ഇവരെയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്ന PR ടീമുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ക്യൂട്ട്നെസ് ഇട്ടുകൊണ്ട് മാത്രം ശരിക്കും വലിയ വാണിംഗ് കിട്ടേണ്ട കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആദില, നൂറ, അനുമോൾ, ഇവിടെ ഒന്നും ആരും ബിഗ് ബോസിനെ കുറ്റം പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. മറ്റൊരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കും കൂടി കഴിഞ്ഞ ശേഷം ആദിലയും നൂറയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഇവിടെ എല്ലാവരും അവരവർക്ക് കപ്പ് കിട്ടും എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നത് കേട്ട് എനിക്കിപ്പോൾ കപ്പ് കിട്ടും എന്ന് പറയാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നൂറയും ആദിലയും കൂടി ഇരുന്നിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. ഈ നൂറയും ആദിലയും കൂടി ഇരുന്നിട്ടുള്ള കോൺവെർസേഷനുകളെ നമ്മൾ ഒരു തുടക്കകാലം മുതൽ ഇങ്ങോട്ടേക്കൊന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കുമ്പോൾ, ഞങ്ങൾ പാവങ്ങളാണേ, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടണല്ലേ, ഞങ്ങളെ നിങ്ങൾ സഹായിക്കണേ എന്ന് പറയുന്ന ഒരു ടോൺ അതിൻ്റെ അകത്തുണ്ട് എന്ന് ഈ ഒരു കോൺവെർസേഷൻ കൂടി കണ്ടപ്പോൾ ഫീൽ ചെയ്തു. പിന്നെ പതിവ് പോലെ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്ക് ആ കോൺവെർസേഷൻ മാറുന്നുണ്ട്. ഇത്തവണ അത് നെവിൻ ആയിരുന്നു. നെവിൻ്റെ ഗെയിം എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. മാനിപ്പുലേഷൻ, ഉപദ്രവം, പിന്നെ ഫ്രണ്ട്ഷിപ്പ് മാറിക്കളിക്കുക, ഇതൊക്കെയാണോ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുകയാണ്. ഈ 2 ദിവസവും ഇങ്ങനെ അവസാനിച്ച് കഴിയുമ്പോൾ ഇനിയുള്ള 2 ദിവസങ്ങളിലാണ് വളരെ വിവാദമായിട്ടുള്ള 2 പ്രശ്നങ്ങൾ നടക്കുന്നത്. രണ്ടിലും കർത്താവ് നെവിൻ തന്നെയായിരുന്നു. കർമ്മമായി വന്നത് അനുമോളും ഷാനവാസുമായിരുന്നു. അനുമോളെ ജലാഭിഷേകമാണ് നടത്തിയതെങ്കിൽ ഷാനവാസിന് പാലാഭിഷേകമാണ് നടത്തിയത്. എന്തായാലും ആ 2 കാര്യങ്ങളിലെയും ക്രിയയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും. തൊട്ടടുത്ത് തന്നെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡേ 80 and 81. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.